താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു മാള കെ അബ്ദുസ്സലാം മൗലവി. അദ്ദേഹത്തെ കുറിച്ച് താങ്കൾ നിരന്തരം പറയാം. മാള അബ്ദുള്ള മൗലവി ഞാൻ 1964 മക്കത്ത് ഹജ്ജിന് പോയപ്പോൾ, അന്നേരം ഞാൻ മുജാഹിദ് വൃത്തത്തിലായിരുന്നു. മക്കത്ത് വെച്ച് പരിചയപ്പെട്ടതാണ്. മക്കത്ത് വെച്ചിട്ട് ഹജ്ജ് വേളയിൽ ഹറമിൽ വെച്ച് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇസ്ലാമിക പ്രവർത്തകനാണല്ലോ. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആൾക്ക് ചൊറയുക എന്നുള്ള ഒരു സ്വഭാവം അവർക്ക് ഉണ്ടാവുമല്ലോ. അവർക്ക് മനസ്സിലിണങ്ങിയ ആളെ കിട്ടിയാൽ വശത്താക്കാൻ നോക്കുക എന്നുള്ള, അങ്ങനെ എനിക്ക് ചൊറഞ്ഞിരുന്നു മക്കത്ത് വെച്ചിട്ട്. ഞാൻ വല്ലാണ്ട് പിടുത്തമൊന്നും കൊടുത്തിട്ടില്ല, അതിനെനിക്ക് അവസരം ഉണ്ടായില്ല. മൂപ്പര് ഷിപ്പിലാണ് പോയിരുന്നത്. അപ്പോൾ എന്നെക്കാളും 1 മാസം മുമ്പ് പോയിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഫ്ലൈറ്റിൽ പോയതുകൊണ്ട് അത്ര ദിവസം എനിക്ക് അവിടെ നിൽക്കുവാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഹജ്ജ് കഴിഞ്ഞ ഉടനെ തിരിച്ചിങ്ങോട്ടും പോന്നു. അപ്പോൾ ആ കാലയളവിൽ നിത്യം കാണുകയും നല്ല ബന്ധം പുലർത്തുകയൊക്കെ ചെയ്തിരുന്നു. നല്ല സൗഹൃദ ബന്ധമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ എന്നെപ്പറ്റി അറിയുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പം അദ്ദേഹം ബ്രോഡ്വേയുടെ ആ കവലയിൽ നിന്ന് ഇങ്ങനെ ഓരോ ബോർഡുകൾ നോക്കി വരുന്നത് ഞാൻ ദൂരത്തുനിന്ന് കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ മാനേജർ മഹമ്മൂദിനോട് പറഞ്ഞു, ആ വരുന്നത് ഒരു വലയാണ് കേട്ടോ, എന്നെ നോക്കിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കണ്ടെത്തി. അത് 1964. അന്ന് കടയിൽ വന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സ്ഥാപനത്തിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന്, പിന്നെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് കിടന്ന്. അത് 64. വന്ന് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിയ ആ ബന്ധം 2002 മരിക്കുന്നത് വരെ ഒന്നിച്ചെന്നെ ഉണ്ടായിരുന്നു. ഞാനെവിടെ ഉണ്ടാവും അവിടെയെല്ലാം മൗലവി ഉണ്ടാവും, എന്നെ അന്വേഷിച്ച് വരും. മൗലവി എവിടെ ഉണ്ടോ അവിടെയെല്ലാം ഞാനും പോകുമായിരുന്നു. എൻ്റെ അനുഭവത്തിൽ ഒരു 7 വീടുകളിലെങ്കിലും ഞാൻ കാണാൻ പോയിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ ഒരു 6-7 സ്ഥലത്ത് മാറി മാറി താമസിച്ചിരുന്നു. ചാലക്കലും പെരുമ്പാവൂരിലും മറ്റേ പെരുമ്പിലാവിലും മൂവാറ്റുപുഴയിലും പെരിന്തൽമണ്ണയിലും അങ്ങനെ എനിക്ക് പേരറിയാവുന്ന അവസാനം കരിവണ്ണൂർ, തൃശ്ശൂർ കരിവണ്ണൂർ, മാള, അവിടെയൊക്കെ ഞാനും പോയിരുന്നു. ആ വീട്ടിലൊക്കെ പോവും, കാണും. ചില ദിവസം ഒരു ദിവസം ഞാൻ കൂടെ കിടക്കും. അത് നല്ല ഇസ്ലാമികമായ ഊഷ്മളമായ ബന്ധമായിരുന്നു. സ്വാർത്ഥതയൊന്നും ഇല്ലാത്ത, ദീനിന് വേണ്ടി പ്രതിബദ്ധതയുള്ള, ദീനിന് വേണ്ടി പണിയെടുക്കുന്ന. അതായത് തെക്ക് ഹസൻ ബാബ എന്ന് പറഞ്ഞിട്ട് ഒരു ഇസ്ലാമിക പ്രവർത്തകനുണ്ട്. നല്ല പ്രാസംഗികനാണ്, സാത്വികനായ പ്രാസംഗികനാണ്, പുന്നപ്ര. അപ്പം ഞാൻ മൗലവിയോട് പറഞ്ഞു, ഹസൻ ബാബ ഇസ്ലാമിന് ഒരു മുതൽക്കൂട്ടാണ് കേട്ടോ. അതായത് ഒരു സിമ്പോസിയത്തിൽ പങ്കെടുത്തിട്ട് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സാട്ടു എന്നോട് മിസ്റ്റർ ഹാഷിമാജി, we must have at least 50,000 audience today. It is fantastic എന്ന് പറഞ്ഞു. അപ്പോൾ 50,000 ആളെങ്കിലും ഉണ്ടായിരിക്കണോ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ മൗലവിനോട് പറഞ്ഞത് ജമാഅത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിന് ഒരു മുതൽക്കൂട്ടാണ്. ഉടനെ അതിന് പ്രതികരിച്ചത്, ഇസ്ലാമിന് കേസറ്റ് ആവശ്യമില്ലല്ലോ, ആളെയാണ് വേണ്ടത്. ഇതാണ് അബ്ദുസ്സലാം മൗലവിൻ്റെ കമൻറ്റ്. ഇസ്ലാമിന് കേസറ്റ് ആവശ്യമില്ല, ആളെയാണ് വേണ്ടത്. അത് പിൽക്കാലത്ത് എനിക്ക് ബോധ്യമായി. അത് ഇത്ര മതി. ഇപ്പോൾ അബ്ദുസ്സലാമിനെ കുറിച്ചാണ് പറയുന്നത്, അസംഭാവനെ കുറിച്ചല്ല. അപ്പോൾ ആ പറച്ചിൽ പിൽക്കാലത്ത് എനിക്ക് ബോധ്യമായി. ആ പറഞ്ഞത് വളരെ അർത്ഥവത്തായ വാക്കായിരുന്നു. അത് വെറും കേസറ്റായിരുന്നു, ആളല്ല. അപ്പോൾ അങ്ങനെ ഇസ്ലാമിന് ആളാ വേണ്ടതെന്ന് പറയുന്നിടത്തായിരുന്നു അബ്ദുസ്സലാം മൗലവിൻ്റെ ഈമാൻ. അത് അവസാനം വരെ എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്ത്. പിന്നെ എന്തെല്ലാം ബന്ധങ്ങളും അടുപ്പങ്ങളും ഉണ്ടെങ്കിലും കാര്യങ്ങൾ തുറന്ന് മുഖത്ത് നോക്കി പറയുന്നതിന് 1% ചളുങ്ങില്ലാത്തൊരു വ്യക്തിയാണ്. മുഖത്ത് നോക്കിയിട്ട് പറയും.
പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതാ ഞാൻ നിങ്ങളോട് അത് ഇടയ്ക്ക് അവസാനം എൻ്റെ ഓഫീസിൽ കയറി വന്നിട്ട് നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഖലീഫയാണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ പോലെ രാവിലെ ഒരു പുതിയ വിരാന്തുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അല്ല ഞാൻ ബസ്സിൽ നിന്ന് പറയുന്നത് കേട്ടു ഒന്ന് രണ്ടാൾ ആഷിമാജി ഇപ്പോൾ എറണാകുളത്തെ ഖലീഫല്ലേ, നാട്ടുകാരെ സക്കാത്ത് മുഴുവൻ മൂപ്പർ പിരിച്ചെടുത്തിട്ട് 2-3 മാസം വെച്ചിരുന്നിട്ട് പിന്നെ മൂപ്പർക്ക് തോന്നിയ ആൾക്ക് കൊടുക്കുകയല്ലേ എന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ സംഭവമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതിൽ ഖലീഫയുടെ ഒന്നും ഒരു ഇത് റോളും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അതിൽ പ്രയാസങ്ങൾ തോന്നിയിട്ടുണ്ട്. അതിപ്പുറത്തല്ല കാരണം 12-15 ലക്ഷം ഉറുപ്പ്യ എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്ന് കുന്നുകൂടി കിടക്കുമ്പോൾ വല്ല അന്വേഷണക്കാരനും വന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാണ്ട് വരും. അതിൽ ഞാൻ ഭയങ്കര ടെൻഷനില്ല. അതുകൊണ്ട് എൻ്റെ മേക്കുന്ന ഇത് കളയണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതിനു വേണ്ടി ഞാൻ പണിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ ആ കൊല്ലം തന്നെ ഞാൻ ഇതിൻ്റെ ഫണ്ടിൻ്റെ ചുമതല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഏൽപ്പിച്ച് അയാളെ കൺവീനറാക്കിയിട്ട് പൈസ അയാളെ ഏൽപ്പിച്ച് ഞാൻ പറഞ്ഞു ഇനി പൈസ ഒന്നും ഞാൻ സൂക്ഷിക്കില്ല, ഞാൻ വാങ്ങുകയും ചെയ്യില്ല. വരുന്ന പൈസ നിങ്ങൾക്ക് കൊടുത്തേക്കും, നിങ്ങൾ സൂക്ഷിച്ച് കണക്ക് വെച്ചിട്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്തത്. അപ്പോൾ അത്തരം രംഗങ്ങളിൽ അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അത് ശരിയല്ല എന്ന് പറയുന്നതിന് അബ്ദുസ്സലാം മൗലവിക്ക് മടിയൊന്നും ഉണ്ടായിട്ടില്ല. മരിക്കാൻ നേരത്തെ എന്നോട് ജമാഅത്തെ ഇസ്ലാമി തെറ്റിപ്പോയതാണെന്ന് എന്നെ പഠിപ്പിച്ചു, എന്നെ ബോധ്യപ്പെടുത്തി തന്നെ. എനിക്ക് തെറ്റ് പറ്റിയതാണ്, ആ തെറ്റ് നിങ്ങൾക്ക് പറ്റണ്ട, അത് അറിയാണ്ട് സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് ഇത് ശരിയല്ല കേട്ടോ, ഇത് അവസാനിപ്പിക്കണമെന്ന് എന്നോട് വസിയത്ത് പറഞ്ഞത് ഇത് അവസാനിപ്പിക്കണമെന്നാണ്.